സോ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് പലർക്കും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരുമിച്ച് വെക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം കുറേ നാളുകളായിട്ടുണ്ട്. അപ്പം നമുക്കിത് ബ്രാക്കറ്റ് ഓർഡർ ത്രൂ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ കാണാവുന്നതാണ്. ദിസ് ഈസ് മീ ആരഡ് ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ധനാണ്. ധനിൽ വഴിയായിരിക്കും നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുക. ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുത്ത് നമ്മൾ ബിസിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കീപ്പ് ചെയ്തിട്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ ഏതാണോ ഇപ്പം ലെറ്റ്സ് സേ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കീപ്പ് ചെയ്തു, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതങ്ങ് എക്സിറ്റ് ആവുന്നതായിരിക്കില്ല, അത് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. അതേസമയം എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് കിടക്കുന്ന ആ ഒരു ഓർഡർ ഉണ്ടല്ലോ അതും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കി നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് നമ്മളുടെ ഒരു ഈസിനെസ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്ത് ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഫൈൻ, വിപ്രോ ഉണ്ട്, ചെറിയൊരു രീതിയിൽ നമുക്ക് ബുള്ളിഷ്നെസ് ഇവിടെ കാണുന്നുണ്ട്. ആക്ച്വലി വലിയൊരു ബേറിസലോടെ മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ബേസിസിൽ ഈ ഒരു ക്യാൻഡലിന്റെ ബേസിസ് ചുമ്മാതെ നമുക്കൊരു എൻട്രി എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് ചെയ്യുകയാണ്. സോ ലെറ്റ്സ് സേ ഇവിടെ ഞാൻ വിപ്രോഡ് ഇവിടെ വന്നിട്ട് ബൈ ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ ബ്രാക്കറ്റ് ഓർഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3 leg ഓർഡർ ആണ്. അതായത് എൻട്രി ഉണ്ട്, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടാർഗറ്റും ഉണ്ട്. ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇൻട്രാഡേയിൽ മാത്രമായിരിക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റിയിലും ഫ്യൂച്ചേഴ്സിലും മാത്രമാണ്, ഓപ്ഷൻസിൽ നമുക്കിത് പറ്റുന്നതായിരിക്കില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ ഒരു 0.25% ഇക്വിറ്റിയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായി, ഫ്യൂച്ചേഴ്സിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ കാരണം നമ്മൾ പെട്ടെന്ന് പോകരുത്, അതുകൊണ്ടാണ് ഈ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് തന്നെ അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എങ്ങനെയെന്ന് കാണിച്ചു തരാം. സി ഹിയർ, നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓർഡർ നമ്മളിവിടെ കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ വിപ്രോ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിപ്രോയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 496.90 ആണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇവിടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 496.50 ലിമിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മാർക്കറ്റ് തന്നെ തൽക്കാലം കൊടുക്കുകയാണ്. 10 പോയിന്റ്സ് മുകളിലേക്ക് അപ്പാക്കി വെക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു 5 പോയിന്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നു. ഓർഡർ നമ്മളിവിടെ ചെയ്യുന്നു. വേറൊരു കാര്യമുണ്ട്, 3:20 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി സ്കോർ ഓഫ് ആയി പോകും. നമ്മളിത് എക്സിറ്റ് ചെയ്യില്ല, നമ്മുടെ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ അടിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എക്സിറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഒരു ഇൻസ്റ്റന്റ് ബൈ കൊടുത്തേക്കാം. ഓക്കെ ഫൈൻ, ഇതിവിടെ ആയിട്ടുണ്ട്. ഓർഡേഴ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് സി, എക്സിക്യൂട്ട് ആയിട്ടില്ല, കറന്റ് അത് നിൽക്കുന്നുണ്ട്. PO വെൽ ലെറ്റ്സ് സി, ഇത് ലിമിറ്റ് ഓർഡറിലായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്, ഞാനത് നേരെ മാർക്കറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. സോ ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ സി ഹിയർ, സിമ്പിൾ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡർ പ്രൈസിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ഉണ്ട്, ടാർഗറ്റും ഉണ്ട്, റൈറ്റ്? സോ ദാറ്റ് അതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ടൈം വലുതായിട്ടില്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് 497 ആയിട്ടുണ്ട്. 3:10 ആയിട്ടുണ്ട്, 10 മിനിറ്റ് കൂടെ ഉള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി നമ്മളെ മിക്കവാറും ഒരു 3:20 ആകുമ്പോഴത്തേക്ക് ഇത് സ്ക്വയർ ഓഫ് ചെയ്ത് വിടുന്നതായിരിക്കും ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബേസിക്കലി എന്താ ഇത് ചെയ്യുന്നത്, ഒരു ലെറ്റ്സ് സേ നമ്മൾ എൻട്രി എടുത്തു, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ടാർഗറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ലെഗ് ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം. ഹിയർ കണ്ടോ, ഇത് ഒരു ലെഗ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ എത്ര പോയിന്റ് ആണ് വെച്ചിട്ടുള്ളത്, ടാർഗറ്റ് വന്നിരിക്കുന്നുണ്ടോ 507 എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ എക്സിറ്റ് ആവും, റൈറ്റ്? വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിപ്പോൾ ഇതിൻ്റെ വഴി കണക്കട്ടെ അല്ലേ. അപ്പം ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൈമിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പെഷ്യൽ ഇൻട്രാഡേ ട്രേഡ് ആണ്. ഇത് നമുക്ക് ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റാഗ്ഡ് എക്സിറ്റ് പറ്റത്തില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു 100 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ടാർഗറ്റ് 1 നമുക്കൊരു 50 എണ്ണം ഇറങ്ങാം, ടാർഗറ്റ് 2 ബാക്കി 50 ഇറങ്ങാം എന്ന രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് അവിടെ ഫുൾ ക്വാണ്ടിറ്റി ആയിരിക്കും അവിടെ സെല് ചെയ്യുന്നത്. അത് ടാർഗറ്റ് ആണെങ്കിലും SL ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ വഴിക്ക് വിട്ടേക്കാം. ഇത് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊന്ന് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിൽവർ ബട്ടൺ നമുക്കിപ്പം ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവിൽ തന്നെ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ കാര്യമെല്ലാം വരുന്നതായിരിക്കും. അപ്പൊ നമുക്കിവിടെ നോക്കാം. സി ഹിയർ, ബ്രാക്കറ്റ് ഓർഡറിൽ
എന്താ എന്നുള്ളത് ഓൾമോസ്റ്റ് ലൈക്ക് 320 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊസിഷൻ ഓട്ടോ സ്ക്വയർ ഓഫ് ആയി പോയിട്ടുണ്ട്. സി ഹിയർ ഇവിടെ വിപ്രോ ഓൾമോസ്റ്റ് 0.10 പ്രോഫിറ്റിൽ. സി നമുക്ക് ചില കണ്ടീഷൻസ് വരാം. ഇപ്പം നമ്മൾ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഹിറ്റ് ആയിട്ടില്ല, മാർക്കറ്റ് അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ മാർക്കറ്റ് പ്രൈസിൽ അത് എക്സിറ്റ് ആയി പോകുന്നതായിരിക്കും. ഇപ്പം കണ്ടോ, ഈ ഓർഡേഴ്സിൽ ഒന്നും തന്നെ പെൻഡിങ് ഇല്ല, ഫുൾ അത് മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കുറേ അധികം ഓർഡേഴ്സ് ഉണ്ട് താഴെ അല്ലേ, അതായത് വാട്ട് ലൈക്ക് ഗോൾഡ്, ITC, ടാറ്റ മോട്ടോഴ്സ്, ഗോൾഡ് പെറ്റൽ, ഇതെല്ലാം കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കമ്മ്യൂണിറ്റി മാർക്കറ്റിന്റെ ബേസിക്സ് നിങ്ങൾക്ക് കിട്ടിക്കാണണം. കമ്മ്യൂണിറ്റി മാർക്കറ്റിന്റെ ബേസിക്സിന്റെ സെക്കൻഡ് പാർട്ട്, എങ്ങനെ നമുക്ക് ഈ ഗോൾഡ് ഇല്ലെങ്കിൽ സിൽവർ ഇതിലൊക്കെ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ കുറെ അധികം ആൾക്കാർ ഡൗട്ട് ഉണ്ട്, ഗോൾഡ് എന്താണ്, ഇല്ലെങ്കിൽ ഗോൾഡ് ഹ്യൂജ് എമൗണ്ട് വേണ്ടെന്നൊക്കെ. വെറും 600-700 രൂപയ്ക്ക് നമുക്ക് ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രീവിയസ് വീഡിയോകളെല്ലാം നിങ്ങൾ പോയി കാണുക. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെട്ടെന്ന് കുറേ അധികം ലൈവ്സുകൾ വരുന്നുണ്ട്, നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അത് വന്ന് ചേരുന്നുണ്ട്, ഷെയർ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാൻ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.